പ്രവർത്തനങ്ങളും എല്ലാ ജീവജാലങ്ങളെയും ഞാൻ അറിയുന്നു, എന്നാൽ എന്നെ ആരും അറിയുന്നില്ല. അപ്പോൾ കണ്ണൻ കഴിഞ്ഞു പോയതിനെ എല്ലാം ഭഗവാൻ അറിയുന്നു, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും ഭഗവാൻ അറിയുന്നു, ഇനി സംഭവിക്കാൻ പോകുന്നതും ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ എന്നാൽ എന്നെ ആരും അറിയുന്നില്ല, ഭഗവാനെ ആരും അറിയുന്നില്ല എന്ന് കണ്ണൻ പറയുന്നു. അപ്പം കണ്ണൻ പെട്ടെന്നൊന്നും, അതായത് ഭക്തരാണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊന്നും ഭഗവാന്റെ യോഗമായ ശക്തി കടന്ന് ഭഗവാനിൽ അർപ്പിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല. അത് വളരെ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. എന്നിട്ട് ഭഗവാൻ പറയാണ്, എന്നെ ലോകസർഗത്തെയും ദേവഗണങ്ങളെയും നിയന്ത്രിക്കുന്ന യജ്ഞമൂർത്തിയായിട്ട് ആരാണോ മനസ്സിലാക്കുന്നത്, അത് നമ്മൾ പറഞ്ഞ പോലെ ഭഗവാൻ എന്ന് പറയുന്ന ഒരു ശക്തി ഇപ്പൊ നമുക്ക് വ്യക്തിരൂപം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ പരമാത്മ ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു അത്രയും വലിയൊരു എനർജി, ഈ ഒരു പ്രപഞ്ചം ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ എനർജി. ഇപ്പൊ ഭഗവാനെ എന്നെ ലോകസർഗത്തെയും അതുപോലെ ദേവഗണങ്ങളെയും നിയന്ത്രിക്കുന്ന യജ്ഞമൂർത്തിയായി ഭഗവാനാണ് ഈ ദേവഗണങ്ങളെ